അവിടെയും നമ്മൾ ചോദിച്ചത് ഇതിന് പ്രമാണമുണ്ടോ എന്നാണ്. ആയത്തുണ്ടോ 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 എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കൂട്ടത്തുനിന്ന് ഒരു മൂല്യാർ ഒരായത്തോതി. ഞാൻ എപ്പോഴും പറയും, ഒരൊറ്റ ആയത്ത്. ഒരു സംഘടന രൂപീകരിക്കപ്പെടാനും ആ സംഘടനക്ക് നിലനിൽക്കാനും ആ സംഘടനക്ക് വളരാനും ആ സംഘടനക്ക് മുന്നോട്ട് പോകാനും ആ സംഘടനക്ക് മണിമണിയായി ഉദ്ധരിക്കാനും എല്ലാത്തിനും കൂടി പരിശുദ്ധ ഖുർആൻ്റെ അകത്ത് ഒറ്റായത്ത്. ഒരു സംഘടന ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരായത്തോതുക. ഇപ്പം അന്നാമിൻ്റെ സൂറത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഖത്തം തീർക്കാൻ വേണ്ടി ഖുർആൻ ഓതുമ്പോൾ പോലും അന്നാമിൻ്റെ 127 കഴിഞ്ഞാൽ 129 ഓതുന്ന അവസ്ഥയിലേക്ക് 128 ആയത്ത് നിങ്ങളൊന്ന് ഓതടോ എന്ന് പറഞ്ഞാൽ 128 ആയത്ത് ഖത്തം തീർക്കുന്നതിൻ്റെ കൂടെ പോലും ഓതാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ചില ആളുകൾ മാറി പേടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഷരീഫ് മേലത്തിൽ വാസ്തവത്തിൽ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ ഷരീഫ് മേലത്തിന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയാളുടെ ജീവിതത്തിൽ സൂറത്ത് അൻആമിലെ 128 ആയത്ത് ഓതി അതിൻ്റെ അർത്ഥം പറയാൻ ഈ ഷരീഫ് മേലത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നല്ലാതെ ഒരിക്കൽ പോലും ഈ ചങ്ങാതി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞത്? കാരണം എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ പേരിൽ നമ്മളിതൊരിക്കൽ ഓതി ഇനി ഒരിക്കലും ഓതൂല എന്നൊക്കെ അങ്ങ് തട്ടിവിട്ടാൽ ഇത് കേൾക്കുന്ന ആളുകൾ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഇവർക്കിതൊരിക്കലും ഓതാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഷരീഫ് മേലത്തിനെ പോലത്തെ ആളുകൾ ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് ചോദിക്കൂ, സൂറത്ത് അൻആമിലെ ആയത്ത് ഓതിയിട്ടൊന്ന് അർത്ഥം പറയും. ആ അർത്ഥം പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സകല ആദർശത്തെയും തകർത്ത് തരിപ്പണമാക്കുന്ന ആയത്ത് തന്നെയാണ് അൻആമിലെ 128 ആയത്ത്. അത് അവരുടെ കണ്ടനാടിയക്ക് കൊള്ളുന്ന തരത്തിലുള്ള ആയത്താണ് അൻആമിലെ 128 ആയത്ത്. വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസി ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مسواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم എന്ന ആയത്ത് അത് ഓതിയിട്ട് അതിൻ്റെ അർത്ഥമൊന്ന് പറയൂ. എന്താണ് റബ്ബനസ്തംതഅ ബഅളുനാ ബിബഅളിൻ എന്ന ആയത്തിൻ്റെ അർത്ഥം എന്താ? ഒന്ന് പറയൂ. ജിന്നും മനുഷ്യനും തമ്മിൽ പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അഖീദ അനുസരിച്ച് ഒരു കാര്യകാരണ ബന്ധവും ജിന്നും മനുഷ്യനും തമ്മിലില്ലാതെ എങ്ങനെയാണോ ഒരു പരസ്പരം ഉപകാരമെടുക്കൽ ഉണ്ടാവുക? ഒന്ന് ഈ ആയത്ത് ഓതിയിട്ടൊന്ന് വിശദീകരിച്ചു പറയൂ. എന്താണ് ഈ ഷരീഫ് മേലത്തിൽ സാഹിബെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ അഖീദ അനുസരിച്ച് തന്നെ ഈ ആയത്തിന് എങ്ങനെയാണ് നിങ്ങൾ അർത്ഥം വെക്കുക? ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ വലിയ ഈ ആയത്ത് നിങ്ങൾക്ക് എത്ര തവണ ഓതാനും പ്രയാസമില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഒരു വട്ടമെങ്കിലും ജീവിതത്തിൻ്റെ എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വട്ടമെങ്കിലും ഞങ്ങൾ ഈ ആയത്ത് ഓതുന്നത് പോലെ നിങ്ങളൊന്ന് ആയത്തോതി അർത്ഥം വെച്ചിട്ട് ആളുകൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. എന്താണ് ഇല്ല മാഷാ അല്ലാ എന്നുകൊണ്ടുള്ള വിവക്ഷ? അത് കൃത്യമായി അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവിടെ കോഴിച്ചന സംവാദത്തിൽ വെച്ച് ഫൈസൽ മൊറവി പറഞ്ഞ ആ ഭാഗം അത് ഇല്ലെന്ന് നിഷേധിക്കുമോ? എങ്കിൽ ആ ആയത്തിന് അങ്ങനെ ഒരു ആശയം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണോ? നിങ്ങളത് വ്യക്തമാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ. അല്ലാതെ വെറുതെ കേവലം വാചോടാപങ്ങൾ കൊണ്ട് കാര്യമില്ല. കൃത്യമായി ആ ആയത്തോതി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഈ ആയത്ത് ഓതിയിട്ടുണ്ടോ? അർത്ഥം പഠിച്ചിട്ടുണ്ടോ? അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. എന്നിട്ട് വലിയ വായിൽ വലിയ വർത്തമാനം പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ഒരിക്കലുമില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. ഇയാളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക എന്നല്ലാതെ ഈ ആയത്ത് ഓതി ഒരിക്കലും അർത്ഥം വെക്കുകയില്ല. കാരണം എന്താ? ഈ കേരള നദുവത്തുൽ മുജാഹിദീൻ ഇവിടെ പടുത്തുയർത്തിയ സകല വിദണ്ഡവാദങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന ആയത്ത് തന്നെയാണ് അൻആമിലെ 128 ആയത്ത്.